ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. പൊട്ടനുക്കും കിട്ടിയവനുക്കും പെട്ടവനുക്കും എട്ട്. പഴയ കാലത്ത് ഇങ്ങനെ പറയും. പൊട്ടൻ, അതായത് മുട്ടാളുകെട്ട് എന്ന് പറയും തമിഴില്. മുട്ടാളുകെട്ട്, പെട്ടവന് കെട്ട്, കിട്ടിയവന് കെട്ട്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അത് പറയണേക്ക് മുമ്പ് തന്നെ ഈ ചാനലിൽ 300-ൽ കൂടുതൽ വീഡിയോകളും ഉണ്ട്. പല വീഡിയോകളും ലോങ് വീഡിയോകളായിരിക്കും, പല വീഡിയോകളും ഷോർട്ട് ആയിട്ടുള്ള വീഡിയോകളുണ്ട്. മൊത്തത്തിൽ ജ്യോതിഷപരമായിട്ടുള്ള വിഷയമാണ് ഈ ചാനലിൽ ഉള്ളത്. അത് ഹോരാശാസ്ത്രത്തിന്റെ ഉണ്ടാവും, ബൃഹജാത ഭക്തി, സാരാവലി, ഫലദീപിക, പ്രശ്നമാർഗം, അനുഷ്ഠാന പദ്ധതി, ദശാധ്യായി മുതലായിട്ടുള്ള ബേസ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കേരള അസ്ട്രോളജി ഉണ്ടാവും. തമിഴിലെ പരാശര മുറയിലും നാഡീമുറയിലും ഒക്കെയുള്ള വീഡിയോകളും ഇതിൽ ഉണ്ടാവും. പിന്നെ പല വെറൈറ്റി ഓഫ് അസ്ട്രോളജി, KP മെത്തേഡ്, ALP മെത്തേഡ്, DNA മെത്തേഡ്, ഇതൊക്കെ ബന്ധപ്പെട്ട പല വീഡിയോസ്, പല വിഷയങ്ങളെ പറ്റിയുള്ള വീഡിയോകൾ ഇതിൽ ഉണ്ട്. വളരെ ചെറിയ ടിപ്പുകളായിട്ടാണ് പറഞ്ഞു പോകുന്ന. ഫുൾ ലെങ്ത് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഫലം പറയുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും. ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ വീഡിയോ കാണാൻ. അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് പൊട്ടനുക്കും പെട്ടവനുക്കും കിട്ടിയവനും കെട്ടെന്ന് പറയും. എന്താ സംഭവം? അപ്പൊ എട്ടാം ഭാവത്തെ പറ്റി പറയുന്നതാണ്. എട്ടാം ഭാവം എന്ന് പറഞ്ഞാൽ കാലപുരുഷന്റെ എട്ടാം ഭാവം ഏതാ? വൃശ്ചിക രാശി. വൃശ്ചിക രാശിയാണ് കാലപുരുഷന്റെ എട്ടാം ഭാവം. എട്ടാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയും സർവപ്രണാശോ വിഭിതോപവാദോ ഹേതു പ്രദേശോ മരണസ്യ ദാസ്യം. അപമാനം, ദുഃഖം, മരണം, പ്രശ്നങ്ങള്, രോഗം, ദുരിതം, ശത്രുദോഷം, ആശുപത്രിയിൽ കയറ്റം, പെട്ടെന്നുള്ള അപകടങ്ങള്, വീഴ്ച, ദുഃഖം, മരണാദി വരുത്തുന്ന മഹാപകർച്ചവ്യാധികളായിട്ടുള്ള യോഗങ്ങള്, ദൂരയാത്ര പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആളുകളെ കാണാണ്ടാവുന്ന അവസ്ഥ വരിക, പെട്ടെന്ന് അസുഖം വന്ന്, സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ വന്ന് വീഴുക. ഇനി കുട്ടി ജനിച്ച സമയത്ത് കുട്ടിക്ക് ഇമ്പയർമെന്റ്സ് ഉണ്ടാവുക, ശാരീരികമായിട്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവുക, മാനസികമായിട്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെ പല കാര്യങ്ങളും എട്ടാം ഭാവമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഓർക്കാൻ പറഞ്ഞെന്താ? മുട്ടാളുകെട്ട്. മുട്ടാളുകെട്ട് എന്നുള്ള മുട്ടാളുക്ക് എട്ട് എന്നുള്ള ഒരു സംഭവം നമുക്ക് നോക്കാം. ഒരു ജാതകത്തില് ലഗ്നം അഷ്ടമഭാവവുമായിട്ട് കണക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അവൻ മുട്ടാളാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഈയിടെ ഈ മേഷലഗ്നത്തിന് എട്ടാം ഭാവം ചൊവ്വയുടെ ആധിപത്യം, വൃശ്ചികത്തിന് ചൊവ്വയുടെ ആധിപത്യം ആണല്ലോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആ പ്രമാണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണം. ഞാൻ ഒരു 3-4 വീഡിയോ മുമ്പ്, 3-5 അല്ല 5-8 വീഡിയോ മുമ്പ് എങ്ങനെ ഭാവഫലം എടുക്കണം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വെറും ഒരു ഗ്രഹം ഇരിക്കുന്നത് വെച്ചിട്ട് പറയാൻ പറ്റില്ല. ഇവിടെ ഞാൻ പറയാൻ പോണ മുട്ടാളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെന്റലി ചില പ്രശ്നങ്ങളുള്ള ആളുകളും, മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ളവരും, പല സൈക്കോളജിക്കൽ പ്രോബ്ലം ഉള്ളവരും, അല്ലെങ്കിൽ കുട്ടി ജനിക്കുമ്പോൾ തന്നെ സം സോർട്ട് ഓഫ് പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ നോക്കുമ്പോൾ ഈ ലഗ്നം ഇരിക്കുന്ന ഡിഗ്രിയില്ലേ, ലഗ്നം ഡിഗ്രി, ആ ഡിഗ്രിയും ഈ എട്ടാം ഭാവത്തിന്റെ ഡിഗ്രി ഉണ്ട്. എട്ടാം ഭാവത്തിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 8-ൽ നിൽക്കുന്ന ഒരു ഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ എട്ടാം ഭാവാധിപൻ ഉണ്ടാവും. അപ്പൊ ഭാവാധിപൻ അല്ലെങ്കിൽ നിൽക്കണ ഗ്രഹം, ഇതിന്റെ ഡിഗ്രി നോക്കി കഴിഞ്ഞാല് അതെങ്ങനെയാ നോക്കണമെന്ന് ഉള്ളത് അടുത്ത വിഷയം. അത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവ മുട്ടാളാണോ അല്ലേന്ന് അറിയാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ അതെങ്ങനെ നോക്കണമെന്നുള്ളത് പറയാണ്ട് വേറൊരു വിഷയത്തിലേക്ക് പോണ്. മുട്ടാളുകെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എട്ടാം ഭാവത്തിന്റെ ദശ നടക്കണ സമയത്ത്, ദേശാപഹാരങ്ങൾ നടക്കണ സമയത്ത്, അഷ്ടമദശ നടക്കുന്ന സമയത്ത് ബഹു കഷ്ടം എന്ന് പറയുന്ന പോലെ എട്ടാം ഭാവത്തിന്റെ ദശ നടക്കണ സമയത്ത് ആള് മുട്ടാളാവാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളെ യോസിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാതെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കുമ്പോൾ മുട്ടാൾ. ആലോചിച്ച് പ്രവർത്തിക്കാതെ പെട്ടെന്ന് തീരുമാനം എടുക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എട്ടാം ഭാവത്തിൽ വരുന്ന ചില കാര്യങ്ങളാണ് ലോസ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്, ഒരു സംഭവം, ലോസ് ഇൻ ബിസിനസ്. അപ്പോ ഇവിടെ മുട്ടാളാവണ എപ്പോഴാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കാര്യത്തിൽ തട്ടിക്കപ്പെടുക. ഈ സൈബർ ക്രൈമിലൊക്കെ വന്നിട്ട് വലിയ വളരെ ഒരു ആംബിയൻസ് കാട്ടി, വലിയ ആംബിയൻസ് കാട്ടിയിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക്
ഇപ്പോ ഇന്ന തരത്തിലുള്ള ഒരു സൈബർ അറസ്റ്റ് ഉണ്ടാവാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് പൈസ ഒക്കെ മേടിക്കുന്ന സംഭവമൊക്കെ ഉണ്ടാവും. ഇതിനെപ്പറ്റി ചില ആളുകൾ എന്നോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അനുഭവം. അത്തരത്തില് ഒക്കെ വരുമ്പോ എന്താ പറഞ്ഞാൽ ഇവര് അറിയാതെ മുട്ടാളായി മാറിയിട്ട് ഈ പണം അങ്ങോട്ട് അയച്ചു കൊടുക്കുകയും പ്രശ്നങ്ങൾ വരികയും ചെയ്യുകയും ചെയ്യും. ഇത് മുന്നേ ഞാൻ എച്ചരിക്ക കൊടുത്തിട്ട് ഇതൊക്കെ വന്ന ആളുകൾ ഒക്കെ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോ 8 മുട്ടാള് കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ാം ഭാവത്തിന്റെ ദശാപഹാരം നടക്കുന്ന സമയത്ത് സൂക്ഷിച്ചു, മുട്ടാളാവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തില് ആരെങ്കിലും ഒക്കെ നമ്മളെ പറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെ പറ്റിക്കും എന്നറിയണം എങ്ങനെയാ? സപ്പോസ് 8ാം ഭാവത്തിന്റെ ദശ എന്ന് പറഞ്ഞാൽ ലഗ്നാധിപനും 8ാം ഭാവാധിപനും ഒരേ ആളായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ലഗ്നം കണക്ട് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് ആശ്രയനാഥൻ പാപഗ്രഹമാണെങ്കിൽ രാഹുക്ക് ഏത് ഗുളികൻ ചൊവ്വയ്ക്ക് ശനി പാപനായതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗ്രഹങ്ങളുടെ ആശ്രയനാഥ ആധിപത്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. നഷ്ടങ്ങൾ രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ചൊവ്വയുടെ ആധിപത്യം 8ാം ഭാവത്തിന് ഒരേ ലഗ്നത്തിന്റെ ആധിപത്യമായ കാരണം അത് പ്രശ്നം വരുത്താതിരിക്കാനും ഇടയുണ്ട്. നല്ല ആരോഗ്യവും നല്ല ബുദ്ധിയും നല്ല ഊർജ്ജസ്വലതയും ഒക്കെ വരുത്തുകയും പെട്ടെന്നുള്ള അഭീഷ്ടങ്ങളെ തരികയും ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിയാണെങ്കിൽ. പക്ഷെ ഇത്തരത്തില് പാപബന്ധങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുഴപ്പങ്ങളും വരുത്താം. ഇവിടെ ഞാൻ പറയാൻ പോണ വിഷയം അതല്ല. മുട്ടാള് കെട്ടെന്ന് പറയുന്ന സമയത്ത് 8ാം ഭാവാധിപന്റെ ദേശ അപകാര സമയത്ത് 8ാം ഭാവാധിപനുമായിട്ടുള്ള കണക്ഷനിൽ വരുന്ന ഗ്രഹം, ഇവിടെ ഇപ്പൊ ഭാവാധിപൻ ചൊവ്വയാണ്. ഈ ചൊവ്വയുടെ തന്നെ നിൽക്കണമെന്നില്ല. ഇവൻ പോയിട്ട് 6ാം ഭാവത്തിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശത്രുക്കളും കള്ളന്മാരെ കൊണ്ടും പ്രശ്നം ഉണ്ടായിട്ട് സ്വത്തുക്കളും മറ്റുള്ളവർക്ക് അടിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള രീതിക്ക് മുട്ടാളാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോ മുട്ടാൾക്ക് 8 എന്ന് പറയുന്ന പോലെ തന്നെ പെട്ടവന് 8 എന്ന് പറയും. ഈ ചൊവ്വ പോയിട്ട് 12ാം ഭാവത്തിൽ എങ്ങാനും ആണ് ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും കേസിലും മറ്റേലൊക്കെ പെട്ട് അപമാനം, ദുരിതങ്ങള്, ജയിൽവാസം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ടാവും. അപ്പൊ അവൻ പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോ പെട്ടവനക്കെട്ട് മുട്ടാളക്കെട്ട് എന്ന് പറയും. അപ്പോ 8ല് വേറെ ഇതുണ്ട്, കിട്ടിയവനിക്ക് 8ആണ്. കിട്ടിയവനിക്ക് 8 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഈ ഡിഗ്രി വൈസ് പാകയും മുറയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, ബൈപ്പോളാർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക ഈ ജാതകത്തില് ലഗ്നാദി അഷ്ടമാദി ബന്ധം വെച്ചിട്ട് പാകമുറയിൽ അറിയാനുള്ള വഴികളൊക്കെ ഉണ്ട്. ഇത് വർഷങ്ങള് റിസർച്ച് നടത്തിയ എൻ്റെ പല ഗുരുനാഥന്മാരും പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ ഒക്കെയാണ്. അതുകൊണ്ട് ഇത് പിന്നീട് നമുക്ക് നോക്കാം. നമ്മളിപ്പോ 8 മുട്ടിയവനിക്ക് 8 മുട്ടിയവനിക്കും മൂട്ടാൾക്കും പൊട്ടനിക്കും 8 എന്ന് പറഞ്ഞ് വിഷയം 8ാം ഭാവാധിപന്റെ ദശാപാരങ്ങൾ നടക്കുകയാണെങ്കിൽ വളരെ സൂക്ഷിക്കുക. ഈ 8ാം ഭാവാധിപൻ 6, 12 ഭാവങ്ങളായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. അപ്പൊ നിങ്ങൾ പറയും കെട്ടവൻ കെട്ടിയിടിൽ കിട്ടിയിടും രാജയോഗം. അതെന്താണെന്നും ബാക്കി കെട്ടവനിക്ക് 8 പെട്ടവനിക്ക് 8 കിട്ടിയവനുക്കും 8 എന്നൊക്കെ പല ചൊല്ലുകളിൽ 2 കാര്യം പറഞ്ഞു. ഇനി കെട്ടവനുക്കും കിട്ടിയവനുക്കും കെട്ടവൻ കെട്ടിയുടെ രാജയോഗം മുതലായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ ചാനലിൽ ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് പെട്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഗ്രാസ്പിംഗ് ആയിട്ടുള്ള തരത്തിലുള്ള വീഡിയോകളും കുറച്ച് ജ്യോതിഷ കുതികൾക്കും ജ്യോതിഷന്മാർക്കും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർക്കും പുതിയ ചില പോയിന്റ്സ്. കാര്യം ഞാൻ തമിഴ് അസ്ട്രോളജിയിലെ പല കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, മലയാളം കേരള അസ്ട്രോളജി അല്ലാണ്ട്. അപ്പൊ മലയാളം അസ്ട്രോളജി അറിയാവുന്നവർക്ക് തമിഴ് അസ്ട്രോളജിയുടെ പോയിന്റ്സ് കിട്ടണമെങ്കിൽ എൻ്റെ ലോങ് വീഡിയോസ് കാണുക. അതുപോലെ ജസ്റ്റ് പ്രമാണമൊന്നുമില്ലാതെ ജ്യോതിഷം നോക്കുന്നവർക്ക് പ്രമാണ സഹിതം പല കാര്യങ്ങളും അറിയാനായിട്ടും ഈ ചാനലിൽ കുറെ വീഡിയോസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ നോക്കാം. ഞാനിപ്പോ ഈ വീഡിയോസ് വളരെ സ്പീഡിലാണ് ഇങ്ങോട്ട് പറഞ്ഞു പോകുന്നത്. ഇത് ആക്ച്വലി സ്പീഡ് കൂട്ടിയേക്കണല്ല, എന്റെ സ്പീഡിൽ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ 1, 2, 3 പ്രാവശ്യം വീഡിയോ റിപ്പീറ്റ് ചെയ്യുക, സേവ് ചെയ്തിട്ടിട്ട്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോ ആവശ്യമുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. ഇത്തരത്തില് പല ടിപ്സും ഇനി അടുത്ത് വരാൻ പോണ്. അപ്പൊ ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നോക്കാം. ഓം അഗത്തീശ്വരായ.